ഹലോ കൊണ്ടോടിസ്റ്റോറിന് അപ്പം ഒരു കിഡിലും ഡ്രോണായിട്ട് ഓഫർ പ്രൈസിനാണ് വെറും 1499 രൂപ. ഈ പരസ്യം കണ്ട് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ വന്നപ്പോൾ ഇതിനുള്ളിൽ ബാറ്ററി ഇല്ലായിരുന്നു. ബാക്കി സാധനങ്ങളൊന്നും കുഴപ്പമില്ല, പക്ഷേ 2 ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് പക്ഷേ ഒരു ബാറ്ററി പോലും അതിൻ്റെ അകത്തില്ലായിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം കേബിളും ഗാർഡും ലീഫും അതിൻ്റെ സ്ക്രൂ ഡ്രൈവറും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും എല്ലാം ഉണ്ട്, പക്ഷേ ബാറ്ററി ഇല്ല. സോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി അതിനെ റിട്ടേൺ അയച്ചു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് വന്നേക്കുന്നത് E99 Pro ആണ്. ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് P5 Pro ആണ്. ഈ P5 Proയുടെ അല്ലാതെ E99 Proയുടെ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് കണ്ടുപോലും ഇല്ല. ഓക്കെ, നോക്കട്ടെ. ബട്ട് ടു ബി വെരി ഫ്രാങ്ക്, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പിന്നെ 1500 രൂപയ്ക്ക് കിട്ടുന്ന ഡ്രോൺ എന്ന് പറയുമ്പം ഇത്ര കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഇനി വേഗം തിരിച്ചയച്ചു, റീപ്ലേസ് ചെയ്ത് നമുക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ അതിനെ ഇനി അൺബോക്സ് ചെയ്ത് നോക്കാം. ബേസിക്കലി സെയിം സാധനം തന്നെയാണ്, പക്ഷേ നമുക്ക് ബാറ്ററി ഉണ്ടായിരിക്കും. ബാറ്ററി ഒന്നേ ഉള്ളൂ എന്നാണ് ഇപ്രാവശ്യം പറഞ്ഞത് ഇവർ. ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇനി ഇപ്പോൾ ഉള്ളതിന് എനിക്ക് വന്ന വോയിസ് മെസ്സേജ് പറഞ്ഞേക്കുന്നത് ആകെ ഇപ്പം വരുന്ന മോഡലിൽ അകപ്പാട് ഒരു ബാറ്ററിയേ ഉള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പക്ഷേ അവർ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല? എനിവേ, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ സാധനം റീപ്ലേസ് ചെയ്ത് വന്നു. പക്ഷെ വന്ന ബാറ്ററി കണ്ടപ്പോൾ സത്യമായിട്ട് എനിക്ക് സഹതാപം തോന്നിപ്പോയി. അത്രയ്ക്ക് ബോറ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതിലും ലോ ക്വാളിറ്റി ബാറ്ററി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് അകത്തെ സാധനം വീർത്തിരിക്കുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. അതുപോലെയാണ് ഇരിക്കുന്നത് കണ്ടിട്ട്. അറ്റ്ലീസ്റ്റ് എന്താവുമെന്ന് യൂസ് ചെയ്യുമ്പോൾ കണ്ടറിയാം. ഇത് കണ്ടില്ലേ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി അകത്തൊരു വീർത്ത് കേട്ടൊരു സാധനം വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ഞെക്ക് കൊള്ളുന്നു, അത് പ്രസ് ചെയ്യാൻ ഞെക്ക് കൊള്ളൂ. അത് ആ ഓരോരുത്തരൊരു സാധനമാണ്. എനിവേ, എന്തായാലും നോക്കാം, നമുക്ക് യൂസ് ചെയ്ത് നോക്കാമല്ലോ, അത് വേറെ മാർഗ്ഗമില്ലല്ലോ. എന്തായാലും സാധനം ചാർജ് ചെയ്തിട്ട് ഡ്രോൺ പറക്കോ ഇല്ലയോ എന്താവോ എന്തോ, എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുത്തുന്നുണ്ട്, എന്തായാലും റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. ഫുൾ ചാർജ് ആകുമ്പോൾ ആ റെഡ് ലൈറ്റ് ഓഫ് ആകും. എന്തായാലും ഫുൾ ചാർജ് ആകുമ്പോഴാണോ വേറെ എന്തെങ്കിലും ആണോ എനിക്കത്, എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റെഡ് ലൈറ്റ് ഓഫായി. സോ ഇതാണ് ഡ്രോൺ. അതിൻ്റെ റിമോട്ട്, അതിൻ്റെ മാനുവൽ എല്ലാം ഉണ്ട്. ആദ്യം പറഞ്ഞത് തന്നെ ബിൽഡ് ക്വാളിറ്റി വളരെ മോശമാണ്, എങ്കിലും 1500 രൂപയുടെ സാധനമാണ്. നീ പറപ്പിച്ച് നോക്കാം. ഇത് ഈ ശബ്ദം ഉണ്ടാക്കുന്നതല്ല, പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസും ഇല്ല. ഓക്കെ, എന്താ ശബ്ദം ഉണ്ടാക്കുന്നതെന്നും മനസ്സിലാവത്തില്ല. ഇനി എന്തായാലും ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഒന്ന് ആ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ മതി, വരും. സോ അങ്ങനെ ഞാൻ ആപ്പും ഡൗൺലോഡ് ചെയ്ത് ഇനിയും സെറ്റപ്പിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഇതിനെ പറപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറക്കുന്നതിൻ്റെ ഫുട്ടേജ് കാണിച്ചു തരാം. ഈ ക്യാമറയിൽ അത് പറക്കുന്നതിൻ്റെയും അതോടൊപ്പം അതിൻ്റെ കൺട്രോളും എല്ലാം കൂടെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പറക്കുന്ന ഏരിയയിലായിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ പറന്നില്ലെന്ന് ഞാൻ വന്ന് പറയുന്നതായിരിക്കും. എന്താണോ സംഭവിക്കുക നോക്കട്ടെ. എന്ത് സംഭവിക്കുന്ന എനിക്കടുത്ത് എന്തായാലും ഒരു ട്രയലാണ്. ഇതിൻ്റെ വളരെ രസകരമായ ആനിമേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്, ഇങ്ങനെയൊക്കെ കറങ്ങുന്ന സാധനങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും വൈഫൈ കണക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ. അത് ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിവേ ഓക്കെ, ഇത്രയൊക്കെ വന്നു. എൻ്റെ ക്യാമറയുടെ ഇമേജ് വന്നു. ഓക്കെ, നൈസ്. ക്യാമറ റൊട്ടേഷൻ ഉണ്ട് സാധനം. ബാക്ക് ക്യാമറ അല്ല, താഴോട്ടുള്ള വ്യൂ ആണെന്ന് തോന്നുന്നത്. താഴെ ഏതാണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ, ഇനി പറപ്പിക്കണമെങ്കിൽ ഇതിലെന്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടൊന്നും സംഭവിക്കുന്നില്ല. ഈ പറയുന്നത്ര ഇലാബറേറ്റ് കൺട്രോൾസ് ഇതിൻ്റെ അത് കാണുന്നില്ല. ഓക്കെ, നോക്കട്ടെ.
ഇതിൻ്റെ അകത്ത് പറയുന്നത് ഈ സ്റ്റാർട്ടേ ഞെക്കിയാൽ ഉടനെ സ്റ്റാർട്ടാവും. ഓക്കെ, എന്ത് ഞാൻ സ്റ്റാർട്ടേ ഞെക്കി, സാധനം അനങ്ങുന്നില്ല, അങ്ങനെ തന്നെ അവിടെ നിൽക്കുക. നെക്സ്റ്റ് ഇനി എന്താ, ഓപ്പറേഷന് വേരിയസ് ഫങ്ഷൻസ് ഷോൺ ആസ് ദ ഫിഗർ ബിലോ. അതായത് 1 ടച്ച് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്ങിന് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ ഓക്കെ, ഫ്ലൈറ്റിൻ്റെ അവിടത്തെ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇത് 1 ടച്ച് ടേക്ക് ഓഫ് ഉണ്ട്, പക്ഷേ 1 ടച്ച് ടേക്ക് ഓഫ് ഞെക്കിയാൽ പൊങ്ങില്ല, ഓണാവുന്ന പോലുമില്ല. ഞാൻ ഇതേ ഞെക്കി നോക്കി, ഈ കീ വെക്കുന്നതല്ല, യാതൊന്നും നടക്കുന്നില്ല. ഇത് വല്ലതും അതുമല്ല. എന്താണ് ചുമ്മാ കീ വെക്കുന്നുണ്ടെങ്കിൽ അത് കാര്യം പറയാൻ എന്താണ്? ബാറ്ററി ചത്തു, അതാണ് പ്രശ്നം. അത് ഇന്നലെ ഫുൾ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സാധനം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ചത്തുപോയി. ഇനി നോക്കട്ടെ. അനങ്ങൂല, റോഡിൽ കൊടുത്താൽ അനങ്ങൂല. ഈ പറയുന്ന കൺട്രോളുകളെല്ലാം കൊടുത്താലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അനങ്ങുന്നില്ല, അപ്പോൾ കൊടുത്താൽ അനങ്ങില്ല. ഓക്കെ, ബേസിക്കലി ഫണ്ടമെൻ്റലി ഈ സാധനം ചത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് യാതൊരു അനക്കമില്ല. ഇനി എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്ത തന്നെയാണോന്ന് എനിക്കറിയത്തില്ല. എനിവേ ഇനിയും കുറച്ച് ദിവസം ഒന്ന് പണിഞ്ഞു നോക്കട്ടെ, എങ്ങാനും പറഞ്ഞാലോ. എന്നാലും ഇതെന്താ പറക്കാത്തത്? 1 ടച്ച് ടേക്ക് ഓഫ് ഉണ്ട്. ഇതിപ്പോൾ ലാൻഡിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ ക്യാമറ മറ്റേ ക്യാമറ സ്വിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ക്യാമറയിലോട്ടാണ് തോന്നുന്നു വരുന്നത്. ഇത് ക്യാമറ അല്ലേ ആയിരിക്കും. ആണോ? പിന്നെ ഇതും ആക്ച്വലി ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ സാധനം ഓണാകുന്നുമില്ല, കറങ്ങുന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ബാറ്ററിയുടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ബാറ്ററിയുടെ ആവാൻ ചാൻസ് കൂടുതൽ, കാരണം ഞാൻ കാണിച്ചില്ലായിരുന്നോ വീർത്തിരിക്കുന്ന പോലെയാണോ, അതാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിപ്പോൾ കണക്റ്റഡല്ലേ? അതൊക്കെ കണക്റ്റഡാണല്ലോ. എന്താണ് പ്രശ്നം? എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവും. എന്തായാലും പറന്നു സാധനം. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഔട്ട്പുട്ട് ഞാൻ ചെക്ക് ചെയ്തു കേട്ടോ. അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ സാധനം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിനെ ഹോൾഡ് ചെയ്യാനും മാത്രമുള്ള വോൾട്ടേജ് ഇതിന് കിട്ടുന്നില്ല. അതാണ് സംഭവം. എനിക്ക് മനസ്സിലായത്. ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ട് പറക്കും, പക്ഷേ ഈ സാധനം എങ്ങനെയാണ് പറക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡിങ് ആയിരുന്നില്ല. ഓക്കെ, എനിവേ നോക്കട്ടെ എങ്ങനെയാണിത് പറക്കുന്നതെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വലിയ പിടുത്തമൊന്നുമില്ല. കണക്റ്റഡാണ്. ഫോൺ സ്ക്രീനിൽ ഇതിൻ്റെ ഇമേജ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഏന്ന് തോന്നിപ്പോയി. എങ്കിലും ആക്ച്വലി എങ്ങനെയോ ഒരു പ്രാവശ്യം പറന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു അനക്കമില്ല. എന്താണ് സംഭവം എന്ന് എനിക്ക് പിടുത്തമില്ല. എൻ്റെ ക്യാമറ ക്വാളിറ്റി എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് 1080p കാണിക്കുന്നുണ്ട്. കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് വലിയ കുഴപ്പമില്ല. 1500 രൂപ ഡ്രോണിൽ ഇത്രയും ക്വാളിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ക്യാമറ വലിയ പ്രശ്നമില്ല. ഇത്ര നേരത്തെ ഫ്ലൈറ്റിൻ്റെ ശക്തിയോ ഉള്ളോ ഇതിനൊന്നും എനിക്കറിയത്തില്ല. അടുത്ത പ്രശ്നം എന്തൊക്കെ ഗീക്കി വെക്കുന്നുണ്ട്. എന്താ ഗീക്കിന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നല്ലോ. അല്ല പറഞ്ഞാൽ ഇടന്ന് വീഡിയോ എങ്ങനെ എടുക്കുന്നത്? ഗാലറി വന്ന് സേവ് ആകുമോ? നോക്കണമല്ലോ. താഴെ ഒരു ക്യാമറ കണ്ടില്ലേ, അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഗാലറി വന്ന് സേവ് ആകുന്നുണ്ട് കേട്ടോ. മീൻസ് ഞാൻ എടുത്ത വീഡിയോ ഒക്കെ ഗാലറിയിൽ തന്നെ സേവ് ആകുന്നുണ്ട്. അത്ര സമാധാനം. ഓക്കെ, അപ്പോൾ ആ ഭാഗം ഓക്കെ. പക്ഷേ ഇതെങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ഇനിയും ചെയ്യും എന്ന് എനിക്ക് അറിയത്തില്ല, സത്യമായിട്ടും അറിയത്തില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. വൈഫൈ കണക്റ്റ് ആണ്.
ക്വിക്ക് ടേക്ക് ഓഫ് കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ടാവുന്നില്ല? പ്രത്യക്ഷത്തിൽ ഒന്നിനും ഡാമേജും ഇല്ല. പിന്നെ എന്താണ് ഇത് പറക്കാത്തത്? ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും കാണുന്നില്ല. ലെഫ്റ്റ് മോഷൻ കൺട്രോള്, റോക്കറ്റ് സെറ്റിങ്സ്, അർജൻറ്റ് യൂസർ മാനുവൽ, ജസ്റ്റർ ഇതൊന്നും വേണ്ട എൻ്റെ പൊന്നൊന്ന് പറഞ്ഞാൽ മതി. റിട്ടേൺ ലെൻസ് സ്വിച്ച്, ഫോട്ടോ ആൽബം, MV. എനിക്ക് പ്ലെയിൻ ഓണാണ്. ടേക്ക് ഓഫ് ചെയ്യടോ, എന്താണോ ചെയ്യാത്തത്? ഞാൻ പണിഞ്ഞ് പഠിക്കാം പിന്നെ കാണും. എന്തായാലും വീഡിയോ ക്വാളിറ്റി ഞാൻ കാണിക്കാം. പിന്നെ പണി എനിക്കറിയാത്തതുകൊണ്ട് ഇനി ഞാൻ പണിഞ്ഞ് പഠിക്കട്ടെ. ഡ്രോണിൻ്റെ പണി പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, അല്ല അതിൽ കൂടുതലൊന്നുമല്ലോ കേട്ടോ. അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ക്വാളിറ്റി ഇതിനുള്ളൂ. അപ്പോൾ see you in the next video.